സന്നിധിയിലിരുന്നു കൊണ്ട് മതവൈജ്ഞാനിക രംഗത്ത് വീരേതിഹാസങ്ങൾ രചിച്ച ഒരുപാട് ചരിത്ര സത്യങ്ങളും അനുബന്ധ ജീവിതത്തിൽ വർത്തമാന സാഹചര്യത്തിലൂടെ മനുഷ്യ സമൂഹത്തിന് വർത്തിക്കേണ്ട ഈ സമുദായത്തെ നന്മയിലേക്ക് തിരിച്ചുവിടാൻ ഉപയുക്തമായ കാര്യങ്ങൾ നേടിയെടുത്ത് വൈജ്ഞാനിക ഗോതയിലേക്ക് ധർമ്മ സമരത്തിനിറങ്ങിത്തിരിക്കുന്ന യുവ പണ്ഡിത സുഹൃത്തുക്കൾ, അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ ഒരു സൽക്രമമായി നമ്മിൽ നിന്ന് ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ദർസിന്റെ സുന്ദരമായ ചുറ്റുപാടുകളെക്കുറിച്ചും അതിന്റെ നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും ആത്മീയ മേഖലകളെക്കുറിച്ചും നിഷ്കളങ്കതയെക്കുറിച്ചും ഇഖ്ലാസിനെക്കുറിച്ചുമൊക്കെ സദർവിചിന്തനം നടത്തിയ വേദിയിൽ ഇനി അതിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലുന്നത് അപ്രസക്തമാണെന്ന ബോധം വ്യക്തമായും എനിക്കുണ്ട്. അനുഗ്രഹീതമായ ഒരു സദസ്സ്, ധന്യമായ നിമിഷത്തിന് സാക്ഷികളായ നമ്മളെല്ലാവരും, അതിലുപരി സദസ്സ് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ഈ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാരും, നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈദർ മുസ്ലിയാരുടെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ മുമ്പോട്ടുള്ള ഈ ദർസിന്റെ സജീവ സാന്നിധ്യമായി ഈ സംരംഭത്തിന് അന്നവും വെള്ളവും വെളിച്ചവും നൽകിയതിന് നട്ടുവളർത്താൻ വേണ്ടി സഹായിച്ച ഈ സംരംഭത്തിനോട് സഹകരിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഈ പള്ളി ദർസിന്റെ മൂലയിൽ ഇരുന്നു കൊണ്ട് വൈജ്ഞാനിക മേഖലയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും അവരാ പരിശുദ്ധമായ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോഴും അത് പഠിക്കുമ്പോഴും അത് ജീവിതത്തിൽ പകർത്തുമ്പോഴും അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രാർത്ഥന കൊണ്ട് തന്റെ ഖബറിൽ വെച്ചുകൊണ്ട് സായുജ്യമടയുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഉപ്പമാരും ഒരുപാട് പ്രിയപ്പെട്ട ഉമ്മമാരും ഈ പരിശുദ്ധമായ കുന്നപ്പള്ളിയുടെ വിരിമാറിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അവരാണ് ഈ ദർസിന്റെ ജീവനാടികൾ, അവരാണ് ഈ ദർസിനെ സംരക്ഷിച്ചവർ. അവരിൽ നിന്ന് അനന്തരം എടുത്തുകൊണ്ട് ഇന്ന് ആരിഫ് സാഹിബിലും ഉമർ സമദ് സാറിലും അതുപോലെ അവരുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് ഭാരവാഹികളും ഈ കർമ്മങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അവർക്കും സായുജ്യമടയാനുള്ളത് ഈ നശ്വരമായ ലോകത്തെ ജീവിതം കഴിഞ്ഞ് ശാശ്വതമായ ലോകത്തിലേക്ക് റബ്ബിന്റെ സവിധത്തിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ഹബീബിന്റെ നെറ്റിത്തടം വിയർത്തുകൊണ്ട് ഹബീബിന്റെ പൂമുഖം കണ്ടുകൊണ്ട് സ്വന്തം നെറ്റിത്തടം വിയർത്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ കഴിയുമ്പോഴും ഈ പള്ളിയുടെ ചാരത്ത് വന്ന് വിശ്രമിക്കുമ്പോൾ ഈ പള്ളിക്കാട്ടിലെ മൈലാഞ്ചികളും ഈ പള്ളിക്കാട്ടിലെ മീസാൻ കല്ലിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഒരുപാട് ചെടികളും അവരോട് പറയുന്ന ഒരുപാട് സത്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് നഗ്നസത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഉണ്ടാവും. അതെത്ര ഈ കാണുന്ന ക്യാൻറ്റീനിനെ സഹായിച്ചത് ഈ ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടി അന്നം കൊടുക്കാൻ, ഈ ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടി വെള്ളം കൊടുക്കാൻ, വസ്ത്രം കൊടുക്കാൻ, സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ദീനിന്റെ ജീവനാഡിയാകുന്ന പരിശുദ്ധമായ ഇൽമിനെ ഈ നാട്ടിലെന്നല്ല പ്രപഞ്ച ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിലേക്ക് പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ഉസ്താദുമാരും അവരുടെ മുന്നിൽ നിന്ന് നേടിയെടുത്ത അതുകൊണ്ട് സായുജ്യമടയുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഒരുപാട് കൈപ്പുള്ള രസങ്ങളിലേക്ക്, ഒരുപാട് കൈപ്പേറിയ മേഖലകളിലേക്കാണ് അവരുടെ ജീവിതം ചെന്നെത്താൻ പോകുന്നത് എന്ന് കഴിഞ്ഞ പ്രാസംഗികരൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ധാർമ്മികമായ മേഖലയിൽ വൈജ്ഞാനികമായ പരിപോഷിപ്പിന് വേണ്ടി തന്റെ ജീവിതത്തെ അർപ്പിച്ച ഒരു പറ്റം സുഹൃത്തുക്കളും ഒരുപറ്റം വിദ്യാർത്ഥികളുമാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. നമ്മൾ ഭൗതികമായ മേഖലകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കെമിസ്ട്രിയെ കുറിച്ച്, ഹിസ്റ്ററിയെ കുറിച്ച്, ബയോളജിയെ കുറിച്ച്, സയന്റിസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നു, സയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നു. അതും ഈ കുട്ടികളുടെ വിരൽ തുമ്പുകളിൽ തത്തിക്കളിക്കുന്നതാണ്. അതും ഈ കുട്ടികളുടെ നാവിൻ തുമ്പുകളിൽ നിന്നും അവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക മേഖലകളാണ്. പക്ഷേ ഈ ധാർമ്മികമായ മേഖല ഈ തലപ്പാവ് ധരിച്ചുകൊണ്ട്, ഈ സുന്ദരമായ വേഷം ധരിച്ചുകൊണ്ട് അവരെ ഇവിടെ ഇരുത്തുമ്പോൾ നമ്മളൊരു വേള ചിന്തിക്കേണ്ടത്, കെമിസ്ട്രി പഠിച്ചപ്പോ സയന്റിസ്റ്റ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിപ്പിച്ച
പഠിച്ചപ്പോ, അതുപോലെ തന്നെ തത്വചിന്തകന്മാരായ ഒരുപാട് മേഖലകൾ ഈ സമൂഹത്തിന് മുന്നിൽ വരച്ചു കാണിച്ചു തന്നപ്പോ, അവർ വരച്ചു കാണിച്ചു തന്നതൊക്കെ ഒരു ആപ്പിളിനെ കുറിച്ചോ അതല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ആവശ്യമായ ഒരു വസ്തുവിനെ കുറിച്ചോ ആയിരുന്നുവെങ്കിൽ അത് തന്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ചും തന്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചുമുള്ള ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ വ്യത്യസ്തമായ ശാസ്ത്ര മേഖലകളൊക്കെ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് എങ്കിൽ, തന്റെ കയ്യിൽ കിട്ടിയ വസ്തു അതൊരു 5 പൈസക്ക് വാങ്ങുന്ന മിഠായി ആവട്ടെ, അതല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു ആപ്പിൾ ആവട്ടെ, ഓറഞ്ച് ആവട്ടെ, ഈ ആപ്പിൾ കൊണ്ട് നിന്റെ ഭാര്യയുടെ വിശപ്പടക്കാൻ, നിന്റെ ഭാര്യക്ക് അതിന്റെ രുചി അറിയിച്ചു കൊടുക്കാൻ, നിന്റെ ഉമ്മക്ക് അതിന്റെ സ്വാദ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, നിന്റെ ഉപ്പയെ കുറിച്ച് ആപ്പിളിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അഭിരുചി നിനക്കുണ്ടായിരിക്കണമെന്ന ഉത്തമമായ ഒരു ബോധം ഈ ഇരിക്കുന്ന മക്കളിൽ, ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിൽ നേടിക്കൊടുത്ത ഒരു വലിയ പ്രത്യയ ശാസ്ത്രമാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൈജ്ഞാനിക മേഖല. ആ ധാർമ്മികമായ ബോധമുണ്ടാകുമ്പോഴാണ് ഈ സമൂഹത്തെ നന്മയുടെ വഴിയിലൂടെ, നന്മയുടെ വഴിധാരയിലൂടെ തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നതാകുന്നു വസ്തുത, എന്നതാകുന്നു നഗ്ന യാഥാർത്ഥ്യങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മളൊക്കെ ചിന്തിച്ചു നോക്കുമ്പോ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോ, എറണാകുളം ലോ കോളേജിന്റെ വിരിമാറിലൂടെ ലോക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിയമപരമായി LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളൊക്കെ തന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ മുഴുവനും മാറ്റിക്കൊണ്ട് നഗ്നമായി ഓട്ടമോടിയ ചരിത്രങ്ങളൊക്കെ നമ്മൾ മാസികകളിലൂടെയും ധാരകളിലൂടെയും നമ്മളൊക്കെ മനസ്സിലാക്കി. ഇവിടെ സംഭവിച്ചത് വൈജ്ഞാനിക മേഖലയിലെ കുറവ് കൊണ്ടല്ല, വൈജ്ഞാനികമായ സമ്പാദനത്തിന്റെ കുറവ് കൊണ്ടല്ല, മറിച്ച് അവരൊക്കെ ഒരു LLBക്ക് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ തന്റെ SSLCയും കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രിയിൽ ഉന്നതമായ വിജയം നേടി അവൻ എത്തപ്പെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലൂടെയും അവൻ വളർന്നു വന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചും ഇന്ത്യൻ നിയമവ്യവസ്ഥകളെ കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പോലും പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിയമത്തെ കുറിച്ച് അറിയുന്ന വ്യക്തമായി ബോധമുള്ള വിദ്യാർത്ഥികൾ തന്റെ നഗ്നത മറക്കുന്ന ഒരു സാഹചര്യം പോലും വിസ്മരിച്ചു പോകുന്നത് ധാർമ്മികമായ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ്. ഈ ധാർമ്മികമായ വിദ്യാഭ്യാസമാണ് ഈ പള്ളിയുടെ മൂലയിൽ വെച്ചുകൊണ്ട്, മദ്രസയുടെ മൂലയിൽ വെച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ഒന്നിനും പറ്റാത്തവരെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ സമൂഹം ഒന്നിനും കൊള്ളാത്തവരെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വന്യരായ ഉസ്താദുമാർ വൈജ്ഞാനിക മേഖലയിലൂടെ ഈ പ്രിയപ്പെട്ട വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ഈ നാടിന്റെ നാനോന്മുഖമായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ബോധം, അതാണ് നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്. അത് കണ്ടുകൊണ്ടാണ് ഈ പള്ളിക്കാട്ടിന്റെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് ഉപ്പമാര് സായുജ്യമടയുന്നത്, ഒരുപാട് ഉമ്മമാര് സായുജ്യമടയുന്നത്. അള്ളാഹു അവരുടെയൊക്കെ പരലോക ജീവിതം ധന്യമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സംരംഭത്തിന് വേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകൾ, എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി ഇരുലോകത്തും വിജയിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വൈജ്ഞാനിക മേഖലയിലൂടെ നാടിന്റെ നാനോന്മുഖമായ മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന, നമ്മുടെ ഈ ദർസിൽ നിന്ന് പഠിച്ചു വളർന്ന ഒരുപാട് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അള്ളാഹു ആ സുഹൃത്തുക്കൾക്ക് നല്ല മേഖലകളിലൂടെ കയറി ചെല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി അതിനുവേണ്ടി സഹകരിച്ച ഈ നാടിന്റെ ജീവൻ തുടിപ്പുകളായി അതിന്റെ മുന്നിൽ നിന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾക്കും അവർക്ക് വേണ്ടുന്ന അന്നം നൽകിയ, അതിനുവേണ്ടി സഹായിച്ചവർ, അതിനുവേണ്ടി സഹകരിച്ചവർ, ഈ നാടിന്റെ വിലപിടിപ്പുള്ള ഉപ്പമാർ, ഈ നാടിന്റെ ഉമ്മമാർ, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞ് ഈ പള്ളിയുടെ പരിസരത്ത് വിശ്രമിക്കുന്ന മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അള്ളാഹു നന്നാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗീയ ലോകം അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തെ തൊട്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനിയും ഇവിടെ വരാനിരിക്കുന്ന ദർസുകൾ പുരോഗതിയുടെ പാതയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി എന്റെ നല്ലവരായ നാട്ടുകാരും അതിന് തോളോട് തോൾ ചേർന്നുകൊണ്ട് നിൽക്കുന്ന മഹല്ല് ഭാരവാഹികളും ഒത്തൊരുമയോടുകൂടി, സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, മമതയോടുകൂടി, റാഹത്തോടുകൂടി ദീനിന്റെ ഖാദിമീങ്ങളായി നമ്മുടെ പ്രവർത്തന ഗോതയെ മുന്നോട്ട് കൊണ്ടുപോകണം. ജഗനിയന്താവായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.